ഫണ്ട് അനുവദിക്കുന്നതിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിവേചനപരമായി പെരുമാറുന്നെന്നാരോപിച്ച് UDF അംഗങ്ങൾ രംഗത്ത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള തുക അനുവദിച്ചതിലാണ് LDF ഭരണസമിതി വിവേചനപരമായി പെരുമാറിയതെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് വാർഡിന്റെ വികസനത്തിനായി തുക അനുവദിക്കുന്നതിലാണ് വിവേചനം കാണിക്കുന്നതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുളപ്പാറച്ചാൽ 9ാം വാർഡിൽ കൃഷിഭവൻ റോഡിനാണ് 4 വർഷമായിട്ട് ഞാൻ ആ കൃഷിഭവൻ റോഡിന്റെ ശോചനീയാവസ്ഥ ഞാൻ എല്ലാ ഗ്രാമസഭകളിലും അല്ലെങ്കിൽ കമ്മിറ്റിയിലും പറയുന്നതാണ്. അപ്പോൾ ഈ 4 വർഷമായിട്ടും നമുക്ക് ഒരു 3 കിലോമീറ്ററോളം ഈ റോഡ് കോളേജ് പടി കൃഷിഭവൻ റോഡ് നിൽക്കുന്നുണ്ട്. അതിൽ 4-5 സ്കൂൾ ബസ്സുകൾ വരുന്ന ഒരു റോഡാണ്. ആ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. LDF നേതൃത്വം നൽകുന്ന രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ 20 മുതൽ 30 ലക്ഷം വരെ ഇടതുമുന്നണിയെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങൾക്ക് അനുവദിച്ചപ്പോൾ UDF അംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം. കുറ്റിയാങ്കൽപ്പടി വട്ടംകണ്ണപ്പടി റോഡിന് ഞാൻ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടായിരുന്നു. പക്ഷേ ആ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. ആ റോഡിന്റെ സൈഡ് ഇടിഞ്ഞു പോയി തോട് വളരെ ബലഹീനമായിട്ടാണ് കിടക്കുന്നത്. അതിന് ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ റോഡുകൾക്കൊന്നും ഫണ്ട് അനുവദിക്കാതെ എനിക്ക് വെറും 5 ലക്ഷം രൂപ മാത്രം തന്ന് എന്നെ ഫണ്ടില്ല, ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഫണ്ടില്ല എന്ന് മാത്രമാണ് അവർക്ക് തരാനുള്ളൊരു മറുപടി. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങളുടെ വാർഡുകളിൽ വികസനം എത്തുന്നില്ല എന്ന ചർച്ച കൊണ്ടുവരാൻ LDF നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലാണ് പഞ്ചായത്തിലെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട വിവേചനമെന്നാണ് UDFന്റെ നിലപാട്. അപ്പോൾ ഈ പക്ഷപാതപരമായ നിലപാടുകൾ തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. പ്രത്യേകിച്ച് കുളപ്പാറച്ചാല് രാജകുമാരി വാർഡുകളിൽ അനുവദിച്ചിരിക്കുന്ന തുക വളരെ അപര്യാപ്തമാണ്. 5 ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു ധനകാര്യ വർഷത്തിൽ അനുവദിച്ചിരിക്കുന്നത്. അത് പ്രതിഷേധാർഹമാണ്. വിവേചനത്തിനെതിരെ അധികൃതർക്ക് പരാതി നൽകുമെന്നും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും UDF മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഇവരുടെ പുറമെ ഇവർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പൊതുയോഗങ്ങൾ പറയുമ്പോൾ എല്ലാ മെമ്പർമാർക്കും തുല്യമായിട്ടാണ് പദ്ധതി വിഹിതം നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇവിടെ വെറും 5 ലക്ഷത്തിൽ ഒതുക്കിക്കൊണ്ട് 13ാം വാർഡിൽ 38 ലക്ഷവും 10ാം വാർഡിൽ 41 ലക്ഷവും 11ാം വാർഡിൽ 25 ലക്ഷവും 2ാം വാർഡിൽ 29 ലക്ഷവും രീതിയിൽ അങ്ങനെ ഓരോ മെമ്പർമാർക്കും 8ാം വാർഡിൽ അത് 30 ലക്ഷം രൂപയും ആയിട്ട് കൂടുതൽ നൽകുകയും UDF അംഗങ്ങളുടെ വാർഡുകളിൽ നിസ്സാര റോഡുകൾക്ക് 5 ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത്. അതും കഴിഞ്ഞ പദ്ധതി രൂപീകരണ ഗ്രാമസഭകളിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത റോഡുകളൊന്നും എടുക്കാതെ അവർക്ക് തോന്നിയ ഒരു റോഡിന് മെമ്പർമാരോട് പോലും അനുമതി ചോദിക്കാതെയാണ് ഇവർ ഫണ്ട് നൽകിയിരിക്കുന്നത്. അതിൻ്റെ എതിരെ ശക്തമായ സമരപരിപാടികളും നിയമപരമായ നടപടികളും സ്വീകരിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി രാജകുമാരി മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. രാജകുമാരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ജോസ് കണ്ടത്തിങ്കര, സെക്രട്ടറി റോയി ചാത്തനാട്ട്, സുനിൽ വാരിക്കാട്ട്, UDF പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു ബിജു, ഡെയ്സി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു.